പാഴ്സൽ അയച്ചു എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ലാഘവത്തോടെയാണ് ആ ഭാഗത്ത് പറഞ്ഞു പോയെങ്കിലും ഇവർ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്യാനോ കഴിയുന്ന ഒരു സംഭവമാണ് ഇവരുടെ പേരിൽ പാഴ്സൽ അയച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യവും ശരിയായി വരും. കാരണം ചേച്ചി അത് നേരത്തെ ഓപ്പണായിട്ട് തുറന്ന് പറഞ്ഞതല്ലേ. ടാക്സ് ഇഷ്യൂ വരുമെന്നാണ് ദിയ ചേച്ചി പറഞ്ഞത്. അപ്പം നമുക്ക് തന്നെ ചിന്തിക്കുമ്പോൾ ഒരു വർഷമായിട്ട് ഇപ്പോൾ ഇവർ പറഞ്ഞു ഈ 69 ലക്ഷം രൂപയുടെ തട്ടിപ്പുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ ദിയ ചേച്ചിയുടെ സ്ക്രീൻഷോട്ട്സ് കാണിച്ചു തരാം. നമ്മൾ ഓഫീസിൽ ഒരു പ്ലാസ്റ്റിക് കവർ എവിടെ വയ്ക്കുന്നതെന്ന് CCTV നോക്കി റൗണ്ട് ചെയ്ത് കാണിച്ചു തന്നിട്ട് പറയും അതെടുത്ത് അവിടെ നിന്ന് മാറ്റണം. അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണ് ദിയ. അപ്പോൾ ആ ദിയ എന്തുകൊണ്ട് പേയ്മെൻറ്റ് മാത്രം അത് CCTV ഉള്ള ഓഫീസിൽ ഞങ്ങളുടെ ഫോൺ കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പേയ്മെൻറ്റ് മേടിച്ച ദിയ അറിഞ്ഞില്ല. പണം എടുത്തു എന്ന് സമ്മതിക്കുകയും നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞതുപോലെ അത് ദിയ പറഞ്ഞിട്ട് നികുതി വെട്ടിക്കാൻ വേണ്ടി എടുത്തതാണെന്ന വാദം ഉന്നയിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അതെ, 8,83,000 രൂപ. അല്ല, ഇനി അതില്ല. ഇത് അന്നത്തെ കോംപ്രമൈസ് ഫോർമുലയിൽ അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലല്ലോ. അവർക്ക് വേണ്ടി ചെയ്ത ഒരു ഫേവർ ആയിരുന്നോ? സ്വാഭാവികമായിട്ടും ഇവരല്ല ഇപ്പം ഇവരുടെ പിന്നിൽ ആരോ ഉണ്ട്. കാരണം ഇവർ പൈസ പലരുടെ ഇനിയിപ്പോൾ അതാ പറഞ്ഞ പോലീസ് അന്വേഷിച്ചാൽ കാണാം ഇവരുടെ പൈസ ആരുടെ അക്കൗണ്ടിലോട്ട് പോയിരിക്കുന്നു. കാരണം ഈ കൃത്യമായ ലോബിയാണ് ഇതിൽ കളിക്കുന്നതെന്നാണോ? ഇതൊന്നും നമ്മൾ കാണാത്ത കാര്യം പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ സാധാരണ വീട്ടിലെ കുട്ടികളാണ്. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിലായത് അല്ലെ തന്നെ ഇപ്പോൾ ആലോചിക്കുക, ഈ സ്റ്റേഷനിലോട്ട് കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ 2 പേര് അവർ പറഞ്ഞു കൊടുക്കുന്ന കുട്ടി പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ദിയ കൃഷ്ണയുടെ OBYOC എന്ന സ്ഥാപനത്തിൽ നടന്ന 68-69 ലക്ഷം രൂപയോളം തട്ടിപ്പ്. സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്ന 3 പെൺകുട്ടികളാണ് ഈ പണം എടുത്തതെന്ന രീതിയിലാണ് പരാതി പോകുന്നത്. ഇതിൽ ആദ്യം പരാതിയായിട്ട് പോയത് ഈ 3 പെൺകുട്ടികളാണ്. ഇവരെ തടങ്കലിൽ വെച്ചു, തട്ടിക്കൊണ്ടുപോയി, അതേപോലെ തന്നെ ജാതീയപരം അധിക്ഷേപം നടത്തി, പിന്നെ ടാക്സ് ഇവാഷൻ, ടാക്സ് അവോയ്ഡൻസിന് വേണ്ടി ഇവരെ കരുവാക്കി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ കേസിന്റെ ഒരു പോക്ക്. പക്ഷേ ഇപ്പോൾ വരുന്നതനുസരിച്ചിട്ട് ഈ കേസിൽ ഇവര് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ 1-2 വിഷയങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അല്ലാതെ അത് വെറുതെ അങ്ങോട്ട് തള്ളിക്കളയേണ്ട ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. ടാക്സ് ഇവാഷൻ, ജാതീയപര അധിക്ഷേപം, ഇവരെ തടങ്കലിൽ വെച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം ഈ 69 ലക്ഷം രൂപ ഇവർ എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ 69 ലക്ഷം രൂപ എന്ന് പറയുന്ന തട്ടിപ്പിൽ ഇവർക്ക് പങ്കുണ്ട്. ഒരു പക്ഷേ 69 ലക്ഷം രൂപയും ഇവരെടുത്തതായിരിക്കുമോ എന്നറിയില്ല. കാരണം ഇതൊക്കെ കണക്ക് കൂട്ടി വരുമ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 69 ലക്ഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നടന്ന തട്ടിപ്പായിട്ടാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഏകദേശം 25,000 രൂപയുടെ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ടാകണം. 25,000 രൂപയുടെ തട്ടിപ്പ് ഒരു ദിവസം നടന്നിട്ട് ആ സ്ഥാപനത്തിന് മനസ്സിലാവുന്നില്ല എങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു ദിവസം നടക്കുന്ന സെയിൽസിന്റെ വളരെ ചെറിയൊരു ശതമാനമായിരിക്കണം ഈ പറയുന്ന തുക. 1% 25 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ ഒരു കച്ചവടം നടന്നിട്ട് 1% കാണാതായതെങ്കിലൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോയതായിരിക്കും. അപ്പോൾ ഇത്തരം റേഞ്ചിൽ സെയിൽസ് അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ഇത്രയും തുക തട്ടിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇനി അതവർ പറയുന്ന പോലെ 50,000 വീതം എടുക്കാനുള്ള തട്ടിപ്പ് മാത്രമേ നടത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാലും നടന്നിരിക്കുന്നത് മോഷണം തന്നെയാണ്. അവിടെ നിന്ന് തുക അവർ എടുത്തിട്ടുണ്ട്. ആ ഒരു വിഷയത്തിൽ ദിയ കൃഷ്ണ തീർച്ചയായിട്ടും നീതി അർഹിക്കുന്നുണ്ട്. തന്റെ സ്ഥാപനത്തിൽ നടന്ന ഒരു തട്ടിപ്പ് അത് അവർ പിന്നീട് കളിച്ചിട്ടുള്ള കളികളാണ് അതിൽ ഏറ്റവും മോശമായിട്ട് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഇതിനു മുന്നേയുള്ള വിഷയത്തിൽ ദിയ കൃഷ്ണയ്ക്കെതിരെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രവണതകളുണ്ടല്ലോ. അപ്പോൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതിന് മുമ്പ് ഒരു പരാതി വന്നിരുന്നു. അവർ അയച്ചു കൊടുക്കുന്ന ഓർണമെന്റ്സ് ക്വാളിറ്റി ഉള്ളതല്ല, അതേപോലെ റീഫണ്ട് പോളിസീസ് കൃത്യമായിട്ട് പാലിക്കുന്നില്ല. ആ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ ഓറിയന്റേഷൻ ഇല്ലാത്ത രീതിയിലാണ് അത് കൈകാര്യം ചെയ്തതെന്ന് തന്നെയാണ് അന്നും എനിക്ക് പറയാനുള്ളത്. കാരണം ആ വിഷയം ഇതേപോലെ തന്നെ മറ്റു പല വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ട് പോയി. ഇതിനകത്ത് ഈ പെൺകുട്ടികൾ കാണിക്കുന്ന ഒരു ഇരവാദം ഉണ്ടല്ലോ, ജാതിപരം അധിക്ഷേപമുണ്ട്. ജാതിപരം അധിക്ഷേപം ഇരവാദം എന്നല്ല ഞാൻ പറയുന്നത്, ഈ വിഷയത്തിന് അവർ ഉപയോഗിച്ചിരിക്കുന്ന കാര്യമായിട്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇവർക്കെതിരെ വന്നിട്ടുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ ലൈഫ് ഓഫ് അനന്തു അയാളുടെ ബ്ലോഗിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം വഴിതിരിച്ചു വിടുകയാണ് ചെയ്തത്. പക്ഷെ അവിടുത്തെ ലാക്ക് ചെയ്ത കാര്യം കസ്റ്റമർ ഓറിയന്റേഷൻ എന്ന് പറയുന്ന കാര്യം ലാക്ക് ചെയ്തു. അല്ലെങ്കിൽ ഇവരുടെ റീഫണ്ട് പോളിസിയിൽ കൃത്യമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നില്ല എന്നുള്ളതും ഒക്കെ ഇവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ്. ആ വീഴ്ചയെ മറച്ചു വെക്കാൻ വേണ്ടി മറ്റൊന്ന് കാണിച്ചിട്ടും കാര്യമില്ല. അപ്പൊ അന്ന് ഇവർക്കെതിരെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വലിയൊരു ശതമാനം ആളുകൾ പ്രതികരിച്ചിരുന്നു. ഒരുപക്ഷെ
ആ പ്രതികരണം ഈ കാര്യത്തിൽ ഉപയോഗിക്കാം. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങൾ ആ ഒരു ചർച്ച ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞത് പലരും പ്രതികരിച്ചത് ആ രീതിയിൽ തന്നെയാണ്. ഇവർക്കെതിരെ കള്ളക്കേസ് കൊടുക്കണമെന്ന രീതിയിൽ അല്ലെങ്കിൽ ഇവരെ കൊടുക്കാൻ ശ്രമിക്കുന്ന രീതിയിലേക്കാണ് ആദ്യത്തെ ചർച്ചകൾ നടന്നത്. കാരണം ഇവരെ പത്രസമ്മേളനത്തിൽ വന്ന് അമ്മാതിരി പെർഫോമൻസ് ആണ് നടത്തിയത്. പക്ഷേ ആ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നായിരുന്നു. ആ വീഡിയോയുടെ വാർത്തയാണ് കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടത്. ആ വാർത്തയിൽ ആ വീഡിയോ കണ്ടാൽ തന്നെ നമുക്കറിയാം. കാരണം ഞാനിതൊന്നും എടുത്ത് പറയാത്ത ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങൾ ചർച്ച ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെയും ആ വീഡിയോ എടുത്ത് കാണിക്കുന്നതിൽ ലോജിക്കും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് സമയം കളയാത്തത്. അപ്പോൾ ആ വീഡിയോയിൽ അവരിയ്ക്കുന്നതിനകത്ത് ഇവർ ചോദ്യം ചെയ്യുന്നുണ്ട്. അഹാനയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ 3-4 പേര് ഇരുന്നിട്ടാണ് ചോദ്യം ചെയ്യുന്നത്. ചോദ്യം ചെയ്യുമ്പോൾ ഈ 3 പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട്, വീഡിയോ പകർത്തുന്നുണ്ട്. ഈ വീഡിയോ പകർത്തുന്ന സമയത്ത് ഈ പെൺകുട്ടികൾക്ക് അറിയാമല്ലോ ഈ വീഡിയോ പുറത്തു വിടുമെന്നുള്ളത്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ശരിയുണ്ടെങ്കിൽ ആ ശരി അവർ ആ വീഡിയോയിൽ പറയേണ്ടതാണ്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിലെ പെൺകുട്ടി പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്നവരല്ല, അല്ലെങ്കിൽ ഞങ്ങൾക്കങ്ങനെ വരാൻ കഴിവുള്ളവരല്ല, ഞങ്ങൾ സാധാരണക്കാരായ വ്യക്തികളാണെന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അനുവാദമില്ലാതെ ഷൂട്ട് ചെയ്യുന്ന പറയുന്നുണ്ട്. 3 പേര് ചുറ്റും നിന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ അനുവാദമില്ലാതെയാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇവർ ഉറപ്പായിട്ടും അറിയാം ഈ വീഡിയോ നാളെ ഇവർക്കെതിരെ തെളിവായിട്ട് വരുമെന്ന്. അപ്പോൾ ഇവർ പറയേണ്ടതായിരുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തത്, ടാക്സ് വെട്ടിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടല്ലേ ചെയ്തത് എന്നുള്ള കാര്യം ഇവർക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവരതൊരു കോംപ്രമൈസിന് വേണ്ടി പോയ ഒരു ചർച്ചയാണ്. പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയി നടത്തിയൊരു ചർച്ചയാണ്. ഇതിനിടയിൽ അവർ പറയുന്ന മറ്റൊരു വാദം പൊളിഞ്ഞു വീഴുന്നുണ്ട്. അതായത് തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നൊരു വാദം. അതെങ്ങനെ പൊളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ പറയുന്നവരുണ്ട്, ആ പത്രസമ്മേളനത്തിൽ പറയുന്ന കാര്യം തന്നെ എൻ്റെ ആധാരമായിട്ടുള്ള വിഷയം. ഭർത്താവിനെ, അതിലൊരു പെൺകുട്ടിയുടെ ഭർത്താവിനെ പുറത്തേക്ക് വിടുന്നുണ്ട് സ്വർണം വിറ്റിട്ടായാലും കാശ് കൊണ്ടുവരാൻ വേണ്ടി. തൻ്റെ ഭാര്യയുടെ പേരിൽ തെറ്റൊന്നുമില്ല, തൻ്റെ ഭാര്യയെ അകാരണമായി പിടിച്ചു വെച്ചിരിക്കുന്നു. അന്നേരം അവരൊരു ഉടങ്കൊലി ന്യായം പറയുന്നുണ്ട്. അവിടെ ഒരു പോലീസുകാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പോലീസുകാരൻ്റെ സഹായത്തോടെ ഇവരെ പിടിച്ചു വെച്ചിരുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറത്തു വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ആരായാലും പോയി ഒരു പരാതി കൊടുക്കില്ലേ? ആരായാലും പോലീസ് സ്റ്റേഷനിൽ പോയി അതിൻ്റെ സഹായം തേടും. പ്രത്യേകിച്ച് തങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ. തങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവർ 5 ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ തീരുമാനിച്ചതും പിന്നീട് സ്വർണ്ണമൊക്കെ വിറ്റ് പണം കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടായതും. അപ്പോൾ അതുകൊണ്ട് തടങ്കലിൽ വെച്ചു എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയി എന്നതൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ വിലപ്പോകുന്ന ന്യായമാണെന്നുള്ളത്. കോടതിയിലൊക്കെ ചെന്നപ്പോൾ ഇതൊക്കെ 8 നിലയിൽ പൊട്ടും. അതിലാകെ പിടിച്ചു നിൽക്കാൻ സാഹചര്യമുള്ള ഒന്ന് ടാക്സ് വെട്ടിപ്പിന് വേണ്ടി ഇത് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തെളിയിക്കാൻ കുറച്ച് പാടുപെടും 2 പക്ഷത്തുള്ളവരും. കാരണം ഇതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും ഉണ്ടാവില്ല. ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നതിന് ഇവർ കൗണ്ടറായിട്ട് പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതായിരിക്കും, ഞങ്ങൾ അല്ല ഇവർ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ ഫോണിലേക്ക് ഈ പൈസ ഇട്ടോളൂ എന്ന് പറഞ്ഞിരിക്കുന്നു, ഞങ്ങളുടെ നമ്പറിലേക്ക് ഈ പൈസ ഇട്ടോളൂ. അതിൽ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുള്ളത് ഇതിനകത്ത് പറയുന്നത് മറ്റൊരു വിഷയമാണ്. ആ പത്രസമ്മേളനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഇന്റർനാഷണൽ ഷിപ്മെന്റ്സ് നടത്തുമ്പോൾ അത് കമ്പനിയുടെ പേരിലല്ല ഷിപ്മെന്റ് നടത്തുന്നത്, ഈ കുട്ടികളുടെ പേരിലാണെന്ന് പറയുന്നു. അങ്ങനെ ഷിപ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുകൾ എന്തായാലും ഈ ഷിപ്പിംഗ് സർവീസ് അവർ ചെയ്യുന്ന ആളുകളുടെ അടുത്തുണ്ടാകും. എവിടെ നിന്നാണ് അയച്ചിരിക്കുന്നത്, ആരുടെ പേരിലാണ് ഈ കൺസൈൻമെന്റ് പോയിരിക്കുന്നത് എന്നുള്ള തെളിവുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത് OBOCയുടെ പേരിലല്ല പോയിരിക്കുന്നത്, ഇൻഡിവിജ്വൽ അഡ്രസ്സിലാണ് പോയിരിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ നിന്ന് അന്വേഷണം വഴിമാറിപ്പോകും. അതല്ല അങ്ങനെ ഈ കുട്ടികളുടെ പേരിൽ കൺസൈൻമെന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ ഇവരുടെ വാദങ്ങൾ പൊളിയുകയും ഇവരുടെ ഭാഗം വീക്കാവുകയും ചെയ്യും. അപ്പോൾ ഈ പാഴ്സൽ അയച്ചു എന്ന് പറയുന്ന സംഗതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ലാഘവത്തോടെയാണ് ആ ഭാഗത്ത് പറഞ്ഞു പോയെങ്കിലും ഇവർ പറഞ്ഞ ആരോപണത്തെ സാധൂകരിക്കാനോ അല്ലെങ്കിൽ അതിനെ റദ്ദ് ചെയ്യാനോ കഴിയുന്ന ഒരു സംഭവമാണ് ഇവരുടെ പേരിൽ പാഴ്സൽ അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ പറയുന്ന രണ്ടാമത്തെ കാര്യവും ശരിയായി വരും. കാരണം ഈ പാഴ്സൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ പേരിലാണ്, രണ്ടാമതായിട്ട് ഈ പണം വാങ്ങുന്നത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദിയ ഡിഫൻസീവ് മോഡിലേക്ക് പോകേണ്ടി വരും. അല്ലെങ്കിൽ ദിയർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എന്തുകൊണ്ട് ഇവരുടെ പേരിൽ അയച്ചു. അതൊരു സ്ഥാപനം ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവിടെ സ്റ്റാഫിൻ്റെ പേരിൽ അയക്കുക എന്നുള്ളത്. ബാക്കിയുള്ളെല്ലാം ഓഫ് ട്രാക്കിൽ കിടക്കുന്നതാണ്. ജാതീയപരമായി അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യം, ഒരു സമുദായത്തിൻ്റെ പേരിൽ അവർ അധിക്ഷേപിച്ചു എന്ന് പറയുന്ന കാര്യം, അവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചത് നിനക്ക് ഐഫോൺ ഉപയോഗിക്കാണ്ട് ഈ ജാതിയിൽപ്പെട്ട നിനക്കൊക്കെ എന്താ അവകാശമെന്ന് ചോദിച്ചിട്ടുള്ള കാര്യം, അങ്ങനെ വിശ്വസിക്കാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. കാരണം ഇതിനു മുന്നേ കൃഷ്ണകുമാർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്, കുഴികുത്തി അതിൽ കഞ്ഞി കുടിച്ചിട്ടുള്ള ആ ഓർമ്മകളായി വറക്കുന്ന സംഭവം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളവർക്ക് ഒരുപക്ഷെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം. പക്ഷെ അതും മറ്റൊരു ട്രാക്കിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. തട്ടിക്കൊണ്ടുപോയെന്ന കാര്യം ശരിവെക്കുന്നതിന് ഇവർ എന്തിനാ അവിടെ പോയി, എന്തിനു ഇവർ ആ പണം കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ് അതിൽ കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. വെറുതെ ടാക്സ് വെട്ടിക്കാനായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടു എന്ന് പറഞ്ഞ് വാങ്ങിയ പണം അതങ്ങനെ തിരിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് സെറ്റിൽ ചെയ്യണ്ടേ, അല്ലെങ്കിൽ മറ്റൊരു ചാനലോട് ആ പൈസ ഇവരുടെ അക്കൗണ്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ക്യാഷ് ട്രാൻസാക്ഷൻ എങ്ങനെ നടന്നു എന്നുള്ള കാര്യം ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടി വരും. അങ്ങനെയുള്ള കാര്യത്തിൽ ക്ലാരിറ്റി വന്നാലാണ് ഒരു പക്ഷേ ഇവർ തട്ടിയെടുത്തു എന്നുള്ള കാര്യത്തിന് നിയമപരമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നത്. അല്ലാതെ പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ
ആ ഫോണിലൂടെ എഗ്രി ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗം കേട്ടു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചേച്ചി അതല്ലേ ചേച്ചി ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 50,000 വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ ഈ പറയുന്ന കാര്യം 50,000 രൂപ ഷെയർ ചെയ്ത് എടുത്തു എന്ന് പറയുന്നത് എന്തായാലും ടാക്സ് വെട്ടിക്കാൻ നടത്തിയ സംഭവമല്ലല്ലോ. കള്ളത്തരമായിട്ട് തന്നെ പിടിക്കപ്പെടും. ഇവർ തന്നെ പുറത്തോട്ട വീഡിയോ ആണ്. ദിയാകൃഷ്ണ പുറത്തോട്ടാണ് നമുക്ക് പിന്നെയും പറയാറുണ്ട്. ഇവർ തന്നെ പുറത്തോട്ട് ഒരുപക്ഷെ ദിയാകൃഷ്ണയ്ക്കെതിരെ ഒരു വികാരം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് പുറത്തോട്ട് വീഡിയോ ആയിരിക്കും. പക്ഷേ പിട്ട കാര്യം ബുമാറാങ്കുല അവരെ തിരിച്ചടിച്ച പോലെ ആയിപ്പോയി. ദിയാകൃഷ്ണയ്ക്കെതിരെ ഇവരൊരു തെളിവ് പുറത്തുവിട്ടതാണ്. പക്ഷേ ഇവർക്കെതിരെ തെളിവായിട്ടാണ് അത് വന്നിരിക്കുന്നത്. പിന്നെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 8,83,000 രൂപ. ഇനി അതില്ല. ഇത് അന്നത്തെ കോംപ്രമൈസ് ഫോർമുല അന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ അതല്ലോ. അവർക്ക് വേണ്ടി ചെയ്ത ഒരു ഫേവർ ആയിരുന്നോ? സ്വാഭാവികമായിട്ടും ഇവരല്ല ഇപ്പം ഇവരുടെ പിന്നിൽ ആരുണ്ട്. കാരണം ഇവര് പൈസ പലരുടെ ഇനിയിപ്പോൾ പറഞ്ഞ പോലീസ് അന്വേഷിച്ചാൽ കാണാം ഇവരുടെ പൈസ ആരുടെ അക്കൗണ്ടിലോട്ട് പോയിരിക്കുന്നു. കാരണം കൃത്യമായ ലോബിയാണ് ഇതിൽ കളിക്കുന്നതെന്നാണോ? ഇതൊന്നും നമ്മൾ കാണാത്ത കാര്യം പറയാൻ പറ്റില്ല. കാരണം ഈ കുട്ടികൾ സാധാരണ വീട്ടിലെ കുട്ടികളാണ്. ഇവർക്ക് അതിനുള്ള ബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ പിന്നിൽ അല്ലെ തന്നെ ആലോചിക്കുക, ഈ സ്റ്റേഷനിലോട്ട് കുട്ടികളെ കൊണ്ടുവന്നതൊക്കെ ആരോ രണ്ടുപേര് അവർ പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം ഈ കുട്ടി സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതൊരു ലോബി ഉണ്ടെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ലോബി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇവർക്ക് ഒരുപക്ഷെ ഇവർ നിയമസംരക്ഷണത്തിന് വേണ്ടി ഒരു വക്കീലിനെ സമീപിച്ചിട്ടുണ്ട്. അയാൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കാം ഇങ്ങനെ ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ ദിയയുടെ അറിവോടെയാണെന്നും അതിനുള്ള കാരണം ഈ ടാക്സ് ഇവാഷൻ ടാക്സ് അവോയ്ഡൻസിനും വേണ്ടിയാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലയൂരിപ്പോരാമെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ ഭാഗമായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു ലോബിയൊക്കെ അതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യം ആ ലെവലൊക്കെ പോയിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമായ കാര്യമാണ്. മറ്റൊരു കാര്യം, ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോഴും അതിനകത്തൊരു ആംബിഗിറ്റി ഉണ്ടാകും. ഇപ്പോൾ ഒരാൾക്ക് ഒരു ബില്ല് ചെയ്തിരിക്കുന്നു. ആ ബില്ല് ചെയ്ത തുകയാണ് ഇവരുടെ മൊബൈലിലേക്ക് മാറ്റിയെടുത്തിരിക്കുന്നത്. ഉദാഹരണം ഒരാൾ 2,351 രൂപയുടെ പർച്ചേസ് നടത്തി. 2,351 രൂപയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട് അയാൾക്ക്. പൈസ ഈ OBYOCയുടെ QR കോഡിലേക്ക് ഇടുന്നതിന് പകരം ഈ കുട്ടികളുടെ അക്കൗണ്ട് നമ്പർ പറഞ്ഞിട്ട് ഫോൺ നമ്പർ പറഞ്ഞ് അതിനകത്തേക്കാണ് ഇട്ടിരിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് ബാങ്കിൽ കാണിക്കും. ഈ ബില്ലിന്റെ കോപ്പിക്ക് സമാനമായ തുക ഇവരുടെ ബാങ്കിലേക്ക് ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അത് ആ സെയിൽസ് ആയിട്ടായിരിക്കും സാധാരണ ഇതിൽ പരിഗണിക്കുക. അതേമാതിരിയുള്ള കൂടുതൽ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. പക്ഷേ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇവർ പറഞ്ഞ രീതിയിലും വ്യാഖ്യാനിക്കാം. ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തതാണ്. അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത തീർച്ചയായിട്ടും ദിയയുടെ ഭാഗത്തേക്ക് പോകും. പക്ഷേ ഇവിടെ ആകെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം രണ്ടാണ്. ഒന്ന്, ഈ ഫോൺ കോളിൽ ഇവർ സമ്മതിക്കുന്നത് ഞങ്ങൾ പണം എടുത്തിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നത്. രണ്ട്, ഇവരെല്ലാവരെയും വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇവരെ പിടിക്കപ്പെടും അല്ലെങ്കിൽ ഇവരുടെ ഈ സംസാരിക്കുന്ന വിഷയം വീഡിയോ എടുക്കുന്നുണ്ട്, നാളെ ഇതൊരു തെളിവായിട്ട് വരുമെന്ന് മനസ്സിലായിട്ട് പോലും ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പൈസ നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞു എന്നുള്ള കാര്യം ഇവരിൽ ആരും പറഞ്ഞില്ല എന്നുള്ളത്. ഇത് രണ്ടും ഇവർക്ക് പിന്നീട് കിട്ടിയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ടാക്സ് അവോയ്ഡൻസ് എന്ന രീതിയിൽ പറഞ്ഞത്. അതൊരു സാഹചര്യത്തിലൊക്കെ പറഞ്ഞെടുക്കാമെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ടാക്സ് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന എന്തായാലും ഉണ്ടാകും. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു കാര്യം, അത് സ്വിഗ്ഗി ജീനി വഴി പണം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പറഞ്ഞതനുസരിച്ച് നോ ആസ് ഫർ സ്വിഗ്ഗി ജീനി പോളിസി യു കനോട്ട് സെൻഡ് മണി ആസ് പാർസൽ. Swiggy Genie is a delivery service that allows users to send and receive items, groceries, documents, or personal belongings according to Swiggy diaries. It does not facilitate the delivery of cash or money. എനിക്ക് തോന്നുന്നു അത് അനുവദനീയമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുന്ന. അപ്പം അത്തരം കാര്യങ്ങളിലൂടെ എന്തിന് അങ്ങനെ പണം അയക്കണം? ഇപ്പോൾ ഇതിലതൊരു എക്സ്പ്രഷൻ പറയുന്ന ഈ ഓർണമെന്റ്സിൻ്റെയൊക്കെ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അവിടെ ആളുകൾ വരാറുണ്ട്. ഈ സ്വിഗ്ഗി ജീനി വഴി ഈ ഓർണമെന്റ്സ് അയക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അടിയിൽ പൈസ വെച്ച് അയക്കുമെന്ന് പറയുന്നു. അത് നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മറ്റു രീതിയിൽ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ വിഷയം മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 3 പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. അതിന് ഏത് രീതിയിൽ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം ദിയാകൃഷ്ണ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇതിനു മുന്നേ നടന്ന വിവാദം ഇതിനകത്തേക്ക് അവർ വലിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മുൻപേ ചെയ്തൊരു തെറ്റ് മറ്റൊരു വിഷയത്തിൽ നിങ്ങളൊരു ശരി ചെയ്തുകൊണ്ട് മായുന്നില്ല എന്നാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത്. മുൻപ് നടന്ന കാര്യത്തിൽ ആ കസ്റ്റമർ ഓറിയന്റേഷൻ ആ വിഷയത്തിൽ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്, ഇതുമായിട്ട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, കൃത്യമായൊരു ഫിനാൻഷ്യൽ ഓഡിറ്റ് നടക്കുന്നില്ല. ഒരു സ്ഥാപനത്തിൽ ഒന്നുമില്ലെങ്കിലും നടക്കുന്ന ഒരു കാര്യമായിരിക്കും വരവ് ചിലവ് കണക്ക് പരിശോധിക്കുന്നുള്ളത്. അത് പ്രത്യേകിച്ച് ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ ദിവസേനയുള്ള കാര്യങ്ങളുണ്ടാകും. എന്താണ് ഓപ്പണിംഗ് ബാലൻസ്, എന്താണ് ക്ലോസിംഗ് ബാലൻസ്, എന്താണ് സ്റ്റോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ എത്ര രൂപയുടെ അല്ലെങ്കിൽ എത്ര മതിപ്പിന്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു,
ക്ലോസ് ചെയ്യുമ്പോൾ എത്ര സ്റ്റോക്ക് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടണം. ഇനിയിപ്പോൾ ഒരു പക്ഷേ പറയാം ദിയയ്ക്ക് അവരുടെ പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആ സമയത്ത് ഒരു പ്രോക്സി ആയിട്ടുള്ള ഒരാൾ അത് ചെയ്യേണ്ടതായിരുന്നു. ഒരു പക്ഷേ ഭർത്താവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ അത് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഒരു ഓഡിറ്റ് നടത്തേണ്ടതാണ്. ഇത് പക്ഷേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഒരു കള്ളം പറയുമ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആ സ്ഥാപനം എത്രമാത്രം അൺഓർഗനൈസ്ഡ് ആണ്, ഒരു കുത്തഴിഞ്ഞ രീതിയിലാണ് പോകുന്നത് എന്നുള്ള തെളിവാണ്. അങ്ങനെ കുത്തഴിഞ്ഞ് പോകുന്നിടത്ത് തീർച്ചയായും കസ്റ്റമർ ഓറിയന്റേഷൻ കുറയും. അപ്പോൾ ഈ വിഷയത്തിൽ ദിയയുടെ ഭാഗത്ത് ന്യായമുണ്ട്. ഞാൻ ദിയയുടെ ഭാഗത്താണ് ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ആ പെൺകുട്ടികളുടെ ഭാഗത്തല്ല, ദിയയുടെ ഭാഗത്താണ് ശരിയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ ശരി അന്ന് ചെയ്ത ഒരു തെറ്റിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ മറ്റൊരു ചോദ്യമാണ് 68 ലക്ഷം രൂപ. ഒരുപക്ഷെ 68 ലക്ഷം അല്ലെങ്കിൽ 69 ലക്ഷം രൂപ ഉണ്ടോ ഇല്ലെന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ കാൽക്കുലേഷൻ ആയിരിക്കാം ചിലപ്പോൾ. അതായത് ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങുന്നു, ആ 10,000 രൂപയുടെ സാധനം വാങ്ങിയത് നഷ്ടപ്പെട്ടു പോയി. നമ്മളുടെ നഷ്ടം 10,000 രൂപയായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ 10,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 15,000 രൂപയ്ക്ക് വിൽക്കാൻ തീരുമാനിക്കുകയും അങ്ങനെ പ്രൈസ് ടാഗുകയും ചെയ്യുന്നു. ആ 15,000 രൂപ വിലയിട്ടിരുന്ന സംഭവം കാണാതെ പോയാൽ അല്ലെങ്കിൽ അത് എവിടെയും കണക്കിൽപ്പെടാതെ പോയി കഴിഞ്ഞാൽ ആ 15,000 രൂപയുടെ നഷ്ടമായിട്ടാണ് ഹൈപ്പോത്തറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ മുതലും നമുക്ക് ലഭിക്കുമായിരുന്ന ലാഭവും കൂടി ചേർത്തിട്ടാണ് ആ നഷ്ടം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ആ രീതിയിലാണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 68 അല്ലെങ്കിൽ 69 ലക്ഷം എന്നൊക്കെ പറയുന്നതെന്ന് അറിയില്ല. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ ഈ പെൺകുട്ടികളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഈ വിഷയം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് വ്യക്തത വരുമായിരിക്കും. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.